കാരണം എന്നോട് ഈ ധർമ്മജൻ ഇപ്പോഴും കാണുമ്പോൾ എന്നോട് പറയാറുണ്ട്, നീ ഇങ്ങനെ പത്രത്തിലോ അല്ലെങ്കിൽ മറ്റൊന്നും എഴുതാതെ സിനിമ എഴുതാന്ന് പറയാം. വീട്ടിലനിയന്മാരുടെ മുമ്പിലൊക്കെ 20-ാം നൂറ്റാണ്ടോ സിനിമ കണ്ടിട്ട് അന്ന് ആ സിനിമ ഞാനും ഫാമിലിയെ പോയി കണ്ടിട്ട് വന്നിട്ട് അതുപോലെ ചെരിഞ്ഞ് കിടക്കുക, അല്ല ഒരു ചെറിയ മദ്യയിലേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ചാടുക, അങ്ങനെയൊക്കെയുള്ള കുറേ ആക്ഷനുകൾ കാണിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും കലാകാരന്മാരാണ്. ഇപ്പം എന്നെ ഒരു കലാകാരൻ ഇപ്പോൾ ബ്രോ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് കുറേ സ്റ്റേജിലൊക്കെ ഇത് ചെയ്തു, കുറേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കി, അതുകൊണ്ട് കലാകാരൻ. ഇത് എന്നെ പോലെ തന്നെ കഴിവുള്ള ആളുകൾ ഉണ്ടല്ലോ നമുക്കിടയിൽ. ചിലപ്പോൾ ഇതുപോലൊരു സാധനം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഓപ്പണിങ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി രണ്ടുപേരുടെ ഉള്ളിൽ സെയിം ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു 99% പേരും ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ സജീഷ് നമസ്കാരം. ഇനി കുറെ നാളായിട്ട് സജീഷിനെ അറിയാം, എന്നാലും പറയാണ്, എത്ര നാളായി ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് തുടങ്ങിയിട്ട് എന്ന് പറയുകയാണെങ്കിൽ? സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷെ ഈ ഒരു രീതി ഉണ്ട്, ഇതിലേക്കുള്ള യാത്ര, അത് എന്നോളം പഴക്കമുണ്ട്. വളരെ കുട്ടിയായിരിക്കുമ്പോഴേ ഇങ്ങനെ ഇതിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നു. ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചില ചെറിയ രീതിയിൽ സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്നു. അല്ല, നമ്മളുടെ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ പണ്ട് സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കാരിക്കേച്ചർ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ വൺ മാൻ ഷോ എന്നൊക്കെ. ചാക്യാർകൂത്ത് അങ്ങനെ എങ്ങനെ ട്രെയിനിങ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇത് കാര്യങ്ങൾ എങ്ങനെ ഇപ്പോൾ മിമിക്രി അല്ല, ഈ ഒരു ഇതില് തമാശകൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു പ്രകടന വാസന ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ബേസിക്കലി ഇപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്, തന്നെ വളരെ അടുത്ത് ഞാനൊരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ഇപ്പോഴും അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ പെർഫോം ചെയ്യുമ്പോൾ അത് മാറും, ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറും. ഇങ്ങനെ ഒരു സംഗതിയില്ല. ഞാൻ മനസ്സിലാക്കിയപ്പോൾ പല കലാകാരന്മാരും അങ്ങനെയാണ്, ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. അപ്പൊ അന്ന് ഞാൻ ഈ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അതേസമയം തീവ്രമായിട്ട് ഇത് പ്രകടിപ്പിക്കും വേണം. അപ്പൊ വീട്ടിലനിയന്മാരുടെ മുമ്പിലൊക്കെ 20-ാം നൂറ്റാണ്ടോ സിനിമ കണ്ടിട്ട് അന്ന് സിനിമ ഞാനും ഫാമിലിയെ പോയി കണ്ടിട്ട് വന്നിട്ട് അതുപോലെ ചെരിഞ്ഞ് കിടക്കുക, അല്ല ഒരു ചെറിയ മദ്യയിലേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ചാടുക, അങ്ങനെയൊക്കെയുള്ള കുറെ ആക്ഷനുകൾ കാണിക്കും. മഹാഭാരതം TV സീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈർക്കിലേക്ക് വെച്ചിട്ട് അമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ വന്നു, നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു സുഹൃത്ത് മിമിക്രി കാണിക്കുന്നു. അപ്പൊ പിന്നെ നാടകം വിട്ട് മിമിക്രിയിലേക്ക് പോയി, അതിനാണ് കൈയടി. അങ്ങനെ വന്നു. പിന്നെ ഒരു ട്രൂപ്പായി, ആ ട്രൂപ്പായിട്ട് ഇങ്ങനെ കുറെ സഞ്ചരിച്ചു. പിന്നെ പെട്ടെന്നായിരുന്നൊരു എന്താ പറയാ ഒരു ചാട്ടം. അത് കോട്ടയം നസീർക്ക, അദ്ദേഹത്തിന്റെ അന്ന് അദ്ദേഹം ഏഷ്യനെറ്റിലൊരു കോമഡി ഷോ പരിപാടി ചെയ്യുന്നു. അപ്പൊ അവിടെ നസീർക്കയുടെ അടുത്തേക്ക് ഞാനൊരു റൈറ്ററായിട്ട് ചെല്ലുകയാണ്, പയ്യൻ അമീഷ് എന്നുള്ള ചെല്ല്. അപ്പൊ അന്ന് മറ്റൊരാളെ നസീർക്ക് പരിചയപ്പെടുത്തുകയാണ്, അത് ധർമ്മജനായിരുന്നു. അപ്പൊ ഞാനും ധർമ്മജനും കൂടി ഒരുമിച്ച് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു യാത്രയുണ്ട്, കുറെ കാലങ്ങളോളം ഒരു മുറിയിൽ താമസിച്ച് സ്ക്രിപ്റ്റ് റൈറ്റർ. അങ്ങനെ വന്ന് പിന്നെ അതിന് ശേഷം ഒരു തുടർച്ചയായിട്ടുള്ള ഒരു 101 ശബ്ദാനുകരണ യജ്ഞം എന്നൊരു പരിപാടി. ഒരു വ്യക്തി തന്നെ നിന്ന് 101 പേരുടെ ശബ്ദം ചെയ്യുന്നത് 2005 ഫസ്റ്റ് ചെയ്തു. അങ്ങനെ പോയി ഞാൻ സ്റ്റാൻഡപ്പ് ബോണി ചോദിച്ചോ അടുത്ത നീളനെ പോലെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ ചെയ്ത് ഇങ്ങനെ വൺ മാൻ ഷോ, നേരത്തെ പറഞ്ഞല്ലോ, വൺ മാൻ ഷോ ആയിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ പോയി കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിലൊരു മടുപ്പ് തോന്നി. ഈ ശബ്ദാനുകരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ ശബ്ദം അങ്ങനെ ഇരിക്കുന്നു, അതിൽ വേറെ ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ല. അങ്ങനെയാണ് ഈ ചാക്യാർകൂത്ത്, പിന്നെ അതുപോലെ മറ്റാളുകൾ ഇത് ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ കേരളത്തിൽ ജയരാജ് വാര്യർ, നന്ദകിഷോർ, കേരളത്തിന് പുറത്തുള്ള ആളുകൾ, ഇതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് വന്നിട്ട് അതിന്ന് ഇങ്ങനെ പരുവപ്പെട്ട് ഇങ്ങനെ ഒരു ഷോ ഉണ്ടായി വന്നു. അതാണ്. അപ്പൊ ഈ ഷോ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴേ നമ്മളത് ഈ തമാശകൾ ഉണ്ടാക്കുക എളുപ്പമായിരിക്കും, പക്ഷെ ഈ തമാശകൾ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ തമാശ ഹാസ്യ നടന്മാർക്കൊക്കെ സീരിയസ് റോളാണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ തമാശകളൊക്കെ നമ്മൾ എങ്ങനെ എടുക്കുന്നത്, ഈ ഓഡിയൻസിന്റെ കയ്യിലെടുക്കാനായിട്ട് തമാശകളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്? ഇത് വഴിയിൽ വെച്ച് കാണുന്ന തമാശകളാണോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിച്ച് നമ്മൾ എഴുതുന്ന? അടിസ്ഥാനപരമായിട്ട് ഇതൊരു ക്രാഫ്റ്റാണ്, ഒരു മെത്തേഡ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം. അങ്ങനെയാണ് സംഭവം. അപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ എന്തൊരു പ്രവൃത്തി അങ്ങനെയല്ല. ആദ്യകാലങ്ങളിൽ നമ്മൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്ത് ഇതൊക്കെ
ഇതിങ്ങനെ ഒരുക്കി കൂട്ടി മിനുക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തല്ലി പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നീട് ഇപ്പൊ എന്നോട് പലരും പറയാറുണ്ട്, ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ചെറിയ റീലുകൾ ചെയ്യാറുണ്ട്. ഞാനിപ്പോ മലയാളി മീഡിയയിലാണെന്നല്ലോ, അതിന് വേണ്ടി ടപ്പ് ചെയ്തിട്ട് റീലുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ 285 കഴിഞ്ഞു. അത് 285 വിഷയങ്ങളായിരിക്കും, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ആൾക്കാർ ചോദിക്കാറുണ്ടായി ഇത് എങ്ങനെയാണ് അപ്പൊ ഇത് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാ ഇപ്പൊ ശരിക്കും ഒബ്സർവേഷൻ ഇല്ല എന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. സംസാരത്തിനുള്ള താങ്കൾ അകളുടെ അടുത്ത് പിടിച്ചു, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് തിരിച്ചും. പക്ഷെ അതിങ്ങനെ എന്താ പറയാ, ഉള്ളിലൊരു പ്രോസസ് നടന്നിട്ട് അതിങ്ങനെ നമ്മൾ അതിനുവേണ്ടി ഇരിക്കുമ്പോ ഇതൊക്കെ വന്ന് അതാണ്. അതിപ്പോ എനിക്ക് തോന്നുന്നു സ്റ്റാൻഡപ്പ് കോമഡി എന്നല്ലേ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ. അതെ, അല്ല ഇത് വേറൊരു കാര്യം കേട്ടോ, എനിക്ക് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ് ഈ ബഹുമാനം നിങ്ങളോട്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ ഈ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളത് വാച്ച് ചെയ്തിട്ട് നാളെ വേറൊരു സ്ഥലത്ത് ഇതിനേക്കാളും ഭംഗിയായിട്ട് തമാശക്കൂടെ നിങ്ങൾക്കത് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മളത് അങ്ങനെ ചിന്തിക്കണില്ലല്ലോ. ഇപ്പോൾ എടുത്ത് വെള്ളം കുടിച്ചാൽ ഇപ്പം നാളെ സജീഷ് എന്തായിരിക്കും പറയാന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയില്ല. പക്ഷെ അതൊരു ഭയങ്കര കഴിവാണ് കേട്ടോ. ആ ഒരു സാധനം, ഒരു തമാശ നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു തമാശനെ 10 ആയിട്ട് കൂട്ടി വർദ്ധിപ്പിച്ച് നമ്മൾ വേറെ ആൾക്കാരുടെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ അവരെ ആ ചിരി അവർക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പം അതുപോലെ ഏകദേശം ഇപ്പോൾ ഒരു 22,500 എങ്കിലും സ്റ്റേജ് ഏറ്റവും കുറവ് സജീഷ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പുറത്തും ഇതൊക്കെ ആയിട്ട്. അപ്പം ഏതെങ്കിലും നിങ്ങൾ ടീമായിട്ട് വേറെ ഇതിന്റെ കൂടെ പോയിട്ടുള്ളതാണോ അല്ലെങ്കിൽ സജീഷ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളതാണോ? ഞാനിപ്പോ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള യാത്രയാണ് കൂടുതലും. 10-15 വർഷമായിട്ട്. അതിന് മുമ്പൊക്കെ നമ്മള് ട്രൂപ്പ് അങ്ങനെ പല പരിപാടികളുണ്ടായിരുന്നു. ഏതെങ്കിലും ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? അങ്ങനെയല്ല, ഞങ്ങൾ തന്നെ പ്രാദേശികമായിട്ട് തൃശ്ശൂരിലുള്ള ആൾക്കാരെ വെച്ചിട്ട് തന്നെ തൽപരരായ കുറച്ച് പേര് ഇങ്ങനെ കൂട്ടിമുട്ടി അങ്ങനെ ഒരു ട്രൂപ്പായി മാറി അങ്ങനെ നല്ല കൂട്ടായ്മ ഉണ്ടാവുക, അങ്ങനത്തെ ഒരേ വേവ് ലെങ്ത് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഇത് ഈ യാത്രക്ക് ഇടയിൽ എവിടെയോ വെച്ച് എനിക്ക് മനസ്സിലായി, ഞാനൊരു ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒറ്റയാനാണ് എന്ന് എനിക്ക് ബോധ്യായി. അപ്പൊ പിന്നെ കൂടുതൽ അതിൽ ഉറച്ചു. ഇപ്പൊ അങ്ങനെ തന്നെ പോകുന്നു. അപ്പം ഇതിന്റെ ഇടയിൽ കോളമിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിൽ എഴുതിയിരുന്നു, പിന്നെ ദീപികയിലുണ്ടായിരുന്നു. പിന്നെ എഴുത്തെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു റൈറ്ററാണ്. കാരണം എന്നോട് ധർമ്മജൻ ഇപ്പോഴും കാണുമ്പോൾ എന്നോട് പറയാറുണ്ട്, നീ ഇങ്ങനെ പത്രത്തിലോ അല്ലെങ്കിൽ മറ്റൊന്നും എഴുതാതെ സിനിമ എഴുതാന്ന് പറയാം. പലപ്പോഴും എന്നോട് പറയാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ പണ്ട് ഇപ്പോ നമ്മൾ ചില കഥകളിക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവരോട് സിനിമയാണോ കഥകളിയാണോ ഏറ്റവും ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിനിമ രണ്ടാമതാണ്. അപ്പൊ ചില പ്രത്യേക മേഖലയിൽ ഇങ്ങനെ അഭിരമിച്ച് ചിലപ്പോൾ ആ ഭ്രമം നമുക്ക് റിസൾട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു ഭ്രമമുണ്ട്, അങ്ങനെ പോകുന്ന ഒരാളാന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ സിനിമാ രംഗത്തേക്ക് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് എല്ലാ മേഖലയിലും. പക്ഷെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കില്ല എന്നല്ല, അഭിനയിക്കാം അല്ലെങ്കിൽ എഴുതാം. പക്ഷെ അതിൽ കൂടുതൽ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഒരു 500,000 പേരോടത്ത് നിന്ന് ഇങ്ങനെ ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേക ലഹരി അനുഭവിക്കുന്നുണ്ട്. അല്ല, പക്ഷെ വേറൊരു കാര്യം, വേറെ രീതിയിൽ പറയണെങ്കിൽ ഇപ്പൊ ഈ സജീഷ് വിളിക്കുന്ന സമയത്ത് ഇപ്പോ സിനിമാക്കാർ ഫോൺ എടുക്കണമെങ്കിൽ ഇവൻ എന്തായാലും ചാൻസ് ചോദിക്കാനല്ല വേറെ എന്തെങ്കിലും പറയാനായിരിക്കും എന്നിട്ട് അവരെന്തായാലും ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ ധർമ്മജനാണെങ്കിലും ആരാണെങ്കിലും പറയ് സഹോ അല്ലെങ്കിൽ പറയ കൂട്ടുകാരാന്നുള്ള രീതിയിലല്ലേ പറയുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇതും കാര്യങ്ങളും. നമുക്ക് എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയല്ലേ. തീർച്ചയായും ഒരുപാട് നല്ല ഫ്രണ്ട്സ്, ഇതുപോലെ അറിയപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുക, അവര് നമ്മൾ വിളിക്കുമ്പോൾ എന്തായാലും റീച്ചബിൾ ആവാന്നൊക്കെ പറയുന്ന ഒരു സംഭവം കാര്യം. എനിക്ക് തോന്നുന്നത് അറിയപ്പെടുന്ന ഫ്രണ്ട്സിനെ അവരെ നമ്മൾ ഒരു നിലയ്ക്കും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് പോളിസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഇപ്പൊ ധർമ്മജൻ, അതുപോലെ അഭിഷാദ് ഗുരുവായൂർ ട്രെയിനർ, വളരെ ക്ലോസ് ആണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ് അഭിഷാദും ധർമ്മജനൊക്കെ. അപ്പൊ ഇവരൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരെന്നോട് കാണിക്കുന്ന ഈ അമിതമായ സ്നേഹം. അതായത് ഇവരായിട്ട് ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരുമിച്ച് ഇതുപോലെ കോഫി കുടിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ കാണിക്കുന്നതിനേക്കാൾ അത് കൂടിയിട്ടുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഒരു നിലയ്ക്ക് നമ്മൾ അവരെ ഉപയോഗപ്പെടുത്തുക മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, അത് ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെന്താന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു കൊടുക്കൽ വാങ്ങലാണല്ലോ അവർക്കറിയുന്ന. അവൻ എന്തായാലും ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബഹുമാനം എന്തായാലും തിരിച്ചും ഉണ്ടാവുമല്ലോ കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും
വേറെ എന്തൊക്കെയാണ് ഇപ്പൊ മലയാളി മീഡിയയിൽ ഇപ്പൊ വന്നു തുടങ്ങിയിട്ട് ഇപ്പോ ഒരു 2 കൊല്ലം ആയിട്ടുണ്ടല്ലോ അല്ലെ? മലയാളി 1 year ആയിട്ടുള്ളൂ. ഓക്കെ. ഞാൻ ഇങ്ങനെ കുറെ എപ്പിസോഡുകൾ കണ്ടാറുണ്ട്. ഞാൻ കണ്ടു കേട്ടോ. ഒരുവിധം ആൾക്കാരും എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്ന ഇത് കണ്ടു. ഒരു ഇൻട്രോവേർട്ട് ഇന്റർവ്യൂ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊന്നും തോന്നിയില്ല. പക്ഷെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഓരോ ആൾക്കാരും. ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നെ കാണുന്നവര് ഞാൻ ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കണ പോലെ സജീഷ് എന്നെ ഇന്റർവ്യൂ ചെയ്യണ പോലെ മാറും. അല്ല, ആൾക്കാർക്ക് തോന്നും കാരണം എന്നെ കാണുന്നവരും മുഴുവൻ ഞാൻ ഇന്റർവ്യൂ ചെയ്യണം. അതെ. ഒരു ഇന്റർവ്യൂ ചെയ്യണ ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ. എനിക്ക് ഇത്ര അധികം ഇന്റർവ്യൂകൾ എടുത്തിട്ടുണ്ട്. ഇയാളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഞാൻ എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം നമ്മളുടെ ക്രൂവിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞത്, എടാ അത് ശരിയാവോ, ആ ഒരു പേടി കാര്യങ്ങളും അത് ഇപ്പൊ സംസാരിക്കുമ്പോഴുണ്ട് കേട്ടോ. അല്ല, ഇതിൽ വേറെ തമാശ എന്താ പറയുക, ഞാനിപ്പോ 1 year ആയല്ലോ. വിപിൻ ഡേവിസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ മലയാളി മീഡിയയുടെ MD. ഓക്കെ. അപ്പൊ അദ്ദേഹം എന്നോട് ഇതിന്റെ തുടക്കത്തിലെ ആദ്യം ഒരു റീൽ കണ്ടന്റ് ഡെയിലി ചെയ്യാന്നുള്ള ഒരു ആശയമായിരുന്നു. അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നു വിവിധ വിഷയങ്ങൾ. പിന്നെ ഇന്റർവ്യൂവിനെ പറ്റിയുള്ള ചർച്ച വന്നപ്പോ എന്നോട്, അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ ഞാനത് വളരെ പവർഫുൾ ആയിട്ട് ഇടപെടും. അറിയാത്ത കാര്യങ്ങളിൽ ഞാൻ വളരെ പുറകിലേക്ക് പോകും. എനിക്ക് അറിയില്ല എന്ന് പറയും. കാരണം നമ്മളതിൽ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അവൾ പറഞ്ഞു ഒന്നത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇന്റർവ്യൂ ആളല്ല, അതുപോലെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ മനസ്സിൽ ഒരു ഇന്റർവ്യൂർ ഇല്ല. അപ്പൊ അത് ശരിയാവും, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ നന്ദകിഷോറിനാണ്. അതിനുവേണ്ടി 15 ചോദ്യം എഴുതി അതൊരു പേപ്പറിലാക്കി മടിയിൽ വെച്ച് പണ്ട് ഞാൻ സ്കൂളില് കോപ്പി അടിച്ചിരുന്നു. അതുപോലെ കട്ട് പറഞ്ഞു. പക്ഷെ ഇപ്പൊ 84 ഓൾറെഡി പബ്ലിഷ് ആയി. ഷൂട്ട് ചെയ്ത് വെച്ച് പറയണ്ടത്. അപ്പൊ വൈകാതെ 100 ആവും. അപ്പൊ ഇപ്പൊ അതിന് പ്രിപ്പറേഷൻ ഒന്നുമില്ല. അത് നമ്മള് തന്നെ അതിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞല്ലോ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ. അല്ല, നമ്മളുടെ ഇപ്പൊ നമ്മളുടെ ഒരു ഏജന്റും കൂടി ആവുണ്ടോ. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഇപ്പൊ ഈ ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മളൊരു ഇരുത്തം തഴക്കം വന്നാണ്. പക്ഷെ ഞാൻ സജീഷനിൽ കണ്ടിരിക്കുന്നത് എന്താ വെച്ചാല്, ഇപ്പം ഏതൊരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഇപ്പം ഏകദേശം 80 പേരെ 84ഓളം പേരെ നിങ്ങൾ ചെയ്തതിൽ അവർ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ മറ്റന്നാൾ കണ്ടു, എന്താണ് പറയാ, നിമിഷ ബിജോ എന്ന് കണ്ടു ഒരെണ്ണം. പിന്നെ ഈ നന്ദകിഷോറിന്റെ, അതുപോലെ തന്നെ മറ്റേ ഒരു നാദസ്വരം വായിക്കുന്ന ഒരാളുടെ ഒക്കെ, ശ്രവണ, അതെ, അങ്ങനെ ഒരു ഇവരോടെല്ലാവരോടും ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള അറിവുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ആണ് സജീഷ് സംസാരിക്കണം ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം അതാണ്, ഇതിനുള്ള പ്രിപ്പറേഷൻ എന്താ ചെയ്യുന്നത്? ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണോ, അതല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സജീഷ് സംസാരിക്കുന്നത് പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ പറ്റാറില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് കിട്ടാവുന്ന സാധനങ്ങളെല്ലാതും ചോദിച്ചതും ഇതായതൊക്കെ നമ്മൾ റെഫർ ചെയ്യും. ഇത് പക്ഷെ എനിക്കത് അങ്ങനെ സജഷൻ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല കേട്ടോ, ടു ബി വെരി ഫ്രാങ്ക്. അപ്പൊ അതെങ്ങനെയാണ് ഇത് പറ്റുന്നത്? ഈ ഒരു അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാറല്ല. ഇതെന്താ വെച്ചാല് ഞാൻ അടിസ്ഥാനമായിട്ടൊരു എൻ്റെ ഉള്ളിൽ ഭയങ്കര മടിയുണ്ട് എൻ്റെ ഉള്ളിൽ. അപ്പൊ ഒരു ഷോ തന്നെ വരികയാണെങ്കിൽ ഞാനത് ഇപ്പൊ അതിന് കുറെ സമയം കിട്ടിയാൽ ഇതൊന്നും പ്രിപ്പറേഷൻ ചെയ്യില്ല. അത് എനിക്ക് വിരോധാഭാസം എനിക്ക് മനസ്സിലാവില്ല. വളരെ ഡീപ്പായിട്ട് ഇതിനെ സമീപിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിനുവേണ്ടി ഇരിക്കുമ്പോ അതൊരു ഭയങ്കര മടി ഫീൽ ചെയ്യാറുണ്ട്. എന്നിട്ട് ഈ പരീക്ഷയുടെ പോലെ ലാസ്റ്റ് സമയത്തൊക്കെ ഇതിങ്ങനെ ചെയ്തെടുക്കണല്ലേ. പക്ഷെ ഇപ്പൊ താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ ആദ്യകാലങ്ങളിൽ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരാള് ഇപ്പൊ എന്തായാലും ഇപ്പൊ അന്ന് രാവിലെ അല്ലല്ലോ അയാൾ വരിക. അയാൾ വരുന്നത് ഒരു 4-5 ദിവസം മുന്നേ ആയിരിക്കുമല്ലോ. അപ്പൊ അയാളെ പറ്റി ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടായിരിക്കും. അയാളൊരു ആക്ടറാണ്, അല്ലെങ്കിൽ ഇതാണ് അയാളുടെ പുതിയ സംഭവം ഇന്നതാണ്, ഇന്ന അതിനെപ്പറ്റി ധാരണ ഉണ്ടായിരിക്കും. പലപ്പോഴും സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം സെർച്ച് ചെയ്യാൻ പറ്റാറില്ല. അത് അത്യപൂർവമാണ് അത്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള മൊത്തത്തിലൊരു ധാരണ വെച്ചാണ് ഇതുമായിട്ട് ഞാൻ വേറൊരു സംഭവത്തെ കണക്ട് ചെയ്യേണ്ട ഒരു സുഹൃത്ത്, ഒരു പത്രപ്രവർത്തകനുണ്ട്, മധുരമില്ലാണ്, പേര് പറയുന്നില്ല. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, ഈ പുസ്തകത്തിന്റെ റിവ്യൂ എഴുതുമ്പോൾ പലപ്പോഴും ഈ പുസ്തകം മുഴുവൻ വായിക്കാറില്ല. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് മറിച്ചു നോക്കിയ ചില കാര്യങ്ങളെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലൊരു കലയുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് അതിന്റെ പേരും അത് ഉന്നയിക്കുന്ന സബ്ജക്ട്, ആ സബ്ജക്റ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങള്, അതിന്റെ ചില സ്വാഭാവികമായ ചോദ്യങ്ങള്,
അദ്ദേഹം അതിൽ ബ്രാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോയിന്റുകൾ, ഇതൊക്കെ വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇപ്പോഴും ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡിയോ അല്ലെങ്കിൽ അതൊക്കെ വീഡിയോയിൽ കാണാൻ ഇഷ്ടമാണ്. ഒരു ഇന്റർവ്യൂ എന്നുള്ള നിലയിൽ എനിക്കിപ്പോഴും ഞാൻ തൃപ്തനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ആളുകൾ പറയുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷെ ഇത് വിപിൻ ഡേവിസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിന്റെ ഒരു ചെയ്യാനായിട്ടൊരു ഊർജ്ജം തന്നത്. ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി സിംഗിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി അല്ല, നമുക്ക് വേണമെങ്കിൽ കാരിക്കേച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ വൺ മാൻ ഷോ എന്ന് പറയാം. ആദ്യത്തെ സ്റ്റേജ് ഓർമ്മയുണ്ടോ? അതിലൊരു അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഭയങ്കര രസമാണ്. അന്ന് ഞാൻ കുട്ടനല്ലൂർ സ്കൂളിൽ പഠിക്കുകയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ അന്ന് പരിപാടി കുട്ടനല്ലൂർ കോളേജിലാണ്. അന്ന് അങ്ങനെ സംഭവിച്ചു. അവിടെ ഒരു പ്രത്യേക ഫംഗ്ഷൻ നടക്കണം. അപ്പൊ ഞങ്ങളുടെ ഒരു ചേട്ടൻ അവിടെ പഠിക്കുന്ന പ്രമോദ് എന്ന് പറഞ്ഞ നാട്ടിലെ ഒരു ചേട്ടനാണ്. അപ്പൊ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം ആയിട്ടുള്ള സംസാരത്തിൽ നിന്ന് അങ്ങനെ വന്നിട്ട് ഞാനും എന്റെ കുറച്ച് സുധീഷ് സഞ്ചേരി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, കോമഡി സ്റ്റാർ ലെവലൊക്കെ ഉള്ള. പിന്നെ വേറെ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മിമിക്രിയിലെ ഒരു ഗുരുസാനിയാണ് രഞ്ജിത്ത്, ബ്രിജേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 4-5 പേര് അവിടെ പോവാണ്. അപ്പൊ ആലോചിക്കണം കേട്ടോ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോളേജിലേക്ക് പോകുന്നു. അത് സ്പെഷ്യൽ പരിപാടിയാണ്. അതുകൊണ്ട് കോളേജ് ഓഡിറ്റോറിയം പുറത്ത് സ്റ്റേജൊക്കെ കെട്ടിയിട്ടാ. എന്നിട്ട് അവിടെ ഈ പ്രോഗ്രാം ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അറിയാലോ പിള്ളേര് വന്ന് എന്താ. അപ്പൊ തുടക്കം തൊട്ട് കൂവലാണ്. കൂവി അവസാനം കറക്റ്റിനെ കിട്ടും. അത് മനസ്സിലായത് ഫസ്റ്റത്തെ സ്റ്റേജാണ്. പക്ഷെ അത് എത്ര കൂവല് കിട്ടിയാലും അതൊരു വല്ലാത്ത ഓർമ്മയായിട്ട് സന്തോഷം. അത് മാത്രമല്ല നമ്മൾ ആദ്യമായിട്ടൊരു കോളേജിൽ നിന്നാണ് തുടങ്ങുന്നത്. അന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പൊ ആ ഒരു അന്നത്തെ ഒരു കൂവലാണല്ലോ ഇന്ന് നിൽക്കുന്ന ഒരു ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനം. ഈ അന്നിപ്പം ഈ ചേട്ടന്മാരുടെ ഇടയിലോ അല്ലെങ്കിൽ ചേച്ചിമാരുടെ ഇടയിലൊക്കെ ചെറിയ പയ്യൻ, അതായത് 16 വയസ്സിന് ചിലപ്പോ പ്രീ ഡിഗ്രി ആണല്ലോ അന്ന്. പിന്നെ ഉള്ള വേറെ 13-14 വയസ്സുള്ള 10ാം ക്ലാസ് എന്ന് പറയുമ്പോ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേജ് ഫിയർ? ഉറപ്പായിട്ടുണ്ടാവുമല്ലോ അല്ലെ? അത് സ്റ്റേജ് ഫിയറിനെ പറ്റി പറഞ്ഞപ്പോ ഞാനിപ്പോഴും സ്റ്റേജ് ഫിയർ അനുഭവിക്കുന്ന ഒരാളാണ്. ഞാനിത് തുടക്കത്തില് നമുക്ക് കുറച്ച് കൂടുതൽ ഭയമുള്ള ആളായതുകൊണ്ടേ തുടക്കത്തില് ഞാനിത് എന്തായാലും സ്റ്റേജിൽ പേടിയുണ്ടാവുമല്ലോ. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് മൈക്കിനൊക്കെ ഇങ്ങനെ തൊട്ടു, ഇങ്ങനെ ഇതാണല്ലേ മൈക്ക് എന്നിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചു ഇങ്ങനെ. കാരണം ഇത് നമുക്ക് മൈക്കായിട്ടുള്ള പരിചയം എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, മൈക്കുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മൈക്കിനൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ കറക്റ്റ് ഇട്ടിട്ടെ അങ്ങനെയൊക്കെ സമയം കിട്ടിയിരുന്നു. അപ്പൊ സ്റ്റേജ് ഫിയർ അപ്പൊ അന്ന് എനിക്കിങ്ങനെ തോന്നി എന്തായാലും സ്റ്റേജ് ഭയമുണ്ട്. ഒരു 50 സ്റ്റേജൊക്കെ കഴിഞ്ഞാൽ മാറുമല്ലോ. അങ്ങനെ 50 കഴിഞ്ഞു. 54ാമത്തെ സ്റ്റേജിൽ ഇതുണ്ട്. അത് 54ാമത്തെ സ്റ്റേജിൽ ഭയമുണ്ട്. പക്ഷെ കൂവല് കുറഞ്ഞു. അതെ, മാത്രല്ല നേരത്തെ 2500 പറഞ്ഞല്ലോ. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ് ഞാൻ നിർത്തി ഒരു പ്രോഗ്രാം ലാസ്റ്റ് കഴിഞ്ഞ് പത്തനംതിട്ടയാണ്. അവിടെ ഉണ്ട്. അതായത് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു അകാരണമായ ഭയമാണ്. എന്നിട്ട് ചിലയിടത്തൊക്കെ തോന്നി കൊല്ലത്തൊക്കെ വലിയ ക്രൗഡുള്ള സ്റ്റേജ്. കൊല്ലത്തിന് ഒരുപാട് പ്രോഗ്രാം നടത്തി, മേജർ ക്ഷേത്രങ്ങളാണ്. അവിടെ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരിക്കും, വേറെ പരിപാടി ഉണ്ടാവും. ഇതിൽ ഞാൻ ഈ തുണിക്കർട്ടനൊക്കെ ആയിരിക്കും. തുണിക്കർട്ടൻ്റെ ഇതിലൂടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അത് കീറിയിട്ടൊക്കെ ഉണ്ട് അമ്പലം. ഞാൻ പതുക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കും. ഒരു കടലവിടെ ഇടി വരാനുള്ള വഴി ഇടി അപ്പൊ തന്നെ ഇടി കിട്ടി. എന്നിട്ട് തോന്നി ഒരു സെക്കൻഡ് ഞാൻ എന്തിനാ പണിക്കൊക്കെ പോണേ. തൃശ്ശൂരിലുള്ള ഞാൻ അവിടെ നട്ടപ്പാതിര 11 മണി നേരത്ത് അവിടെ ഒരു വലിയ ക്രൗഡിനോട് പേടിച്ചിട്ട് സ്റ്റേജിന് പുറകിൽ ഒരു മൈക്കൊക്കെ എടുത്ത് വയ്ക്കും. എന്നിട്ട് ഈ അനൗൺസ് ചെയ്യും. ഈ കർട്ടൻ പൊങ്ങിട്ട് ഈ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു മൂവ്മെന്റ് അല്ലേ, അവിടെ എത്തി ആ ആദ്യത്തെ ഒരു വാക്ക് പറഞ്ഞ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ മാറി. അതെ, അല്ല അത്രയും ആൾക്കാർ ലൈറ്റും അത്രയും കണ്ണുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മള് സ്വബോധമില്ല, 2 അടിച്ചു ബോധമില്ല. അങ്ങനെ ഒരു ലഹരിയിലേക്ക് നമ്മൾ പോയി പെർഫോമൻസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് അക്കാഡമി, അതായത് ഒരു പോലീസുകാരൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെ വിളിച്ചിട്ട് ആദരിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി ചിലപ്പോ താങ്കളായിരിക്കും. അതിലേക്ക് എത്തിയിട്ടുള്ള ഒരു ജേർണി ഒന്ന് പറയാമോ? എനിക്കത് ഭയങ്കര പറയാനുള്ള രസമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും തോന്നിയത്. ഒന്ന് ഈ അതിനു മുമ്പ് പോലീസിനെ പറ്റി പറയാം. കേരള പോലീസ് എനിക്ക് തോന്നിയിട്ടുള്ളത് കലാകാരന്മാരുടെ പ്രത്യേക സ്നേഹമാണ്. അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, എന്റെ സുഹൃത്തുക്കൾക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് പലയിടത്തും നമ്മളെ കാണാം, രാത്രി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ്. അപ്പൊ ആ സമയത്തേക്ക് ഇവരെ കണ്ടുമുട്ടുമ്പോ ഒരു കലാകാരനാന്ന് പറഞ്ഞാലേ കലാകാരന്റെ വിസിറ്റിംഗ് കാർഡ് കാണിക്കും, അതൊന്നുമല്ല. അവരപ്പം തന്നെ അവരങ്ങ് ഫ്രീ ആവും. ചിലപ്പോ ചില വിശേഷങ്ങൾ ചോദിക്കും, കാര്യങ്ങള്. അത് തുടക്കം തൊട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ ആദ്യത്തിലേക്ക് പോകുന്നത്
സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം. അതിനുവേണ്ടി ജയൻ സാർ, അദ്ദേഹമാണ് വടക്കാഞ്ചേരിയിൽ, അദ്ദേഹമാണ് ആദ്യം ഒരു പരിപാടി കൊണ്ടുവന്നത്. അപ്പോ ഈ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ ഭാഗമായിട്ട് അതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര വേദികൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ജില്ലാ പരിപാടി ചെയ്തിട്ടുണ്ട്, അതിന്റെ സ്റ്റേറ്റ് പരിപാടി ചെയ്തിട്ടുണ്ട്, എല്ലാ കുട്ടികളെയും അണിനിരത്തിയിട്ട്. പിന്നെ അതിലൊരു പരിപാടി നമ്മുടെ ചിറ്റിലപ്പള്ളി IS കോളേജിൽ, IS CBSE അത് കോളേജ് ഉണ്ടല്ലോ, ചിറ്റിലപ്പള്ളി IAS അവിടെ ഒരു പരിപാടിക്ക് ഇതുപോലെ തന്നെ അന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഷെരീഫ് സാറെ വിളിച്ചു. അവിടെ പരിപാടിക്ക് പോയി. സാധാരണ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന് പോകുമ്പോ അവിടുത്തെ ക്യാമ്പിനുള്ള കുട്ടികൾ മാത്രമാണ്. ഞാൻ നോക്കുമ്പോ സുന്ദരികളായിട്ടുള്ള കുട്ടികള് സദസ് നിറയെ. മാത്രമല്ല ഇവരൊന്നും SPC കുട്ടികളല്ല. SPC കുറച്ച് പേര് അവരുടെ യൂണിഫോം ഒക്കെ ഇടുന്നത്. അപ്പൊ ഞാൻ എന്താണ് സംഭവം. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു വണ്ടി വന്നു. അതിൽ ദുൽഖർ സൽമാൻ ഇറങ്ങി, പിന്നെ അത് സണ്ണി വെയിൻ ഇറങ്ങി, പിന്നെ സമീർ താഹിർ, അവരുടെ നീലാകാശം. എന്നിട്ട് അവര് സ്റ്റേജിലേക്ക് അങ്ങ് വന്നു, അവിടെ ഇരുന്നു, അവരുടെ പരിപാടി അത് കഴിഞ്ഞ് അവരിറങ്ങി, പിന്നാലെ ഓഡിയൻസ്. അപ്പൊ ഞാനും ഒരു 50 SPC കുട്ടികളും പറഞ്ഞപ്പോ ഞാനത് ഇങ്ങനെ സാന്ദർഭികമായിട്ട് ആലോചിച്ചാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് എത്തുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പോലീസായിട്ട് അങ്ങനെ കുറെ പരിപാടികൾ ചെയ്തു. അതിനിടയിൽ എനിക്ക് ഒരു കോള് വന്നു, പോലീസ് അക്കാദമി എന്നാണ്, അവിടെ ഒരു പരിപാടി നടത്തണം. വൺ ഡേ വിത്ത് ആൻ എമിനന്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ജയരാജ് ആയിരുന്നു ആദ്യത്തെ മാസം, പിന്നെ എന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് അവര് ഫോണിലൂടെ തന്നെ ഒരു സാറ് വിളിച്ച് സാർ ഇങ്ങനെ പറഞ്ഞു, അത് സാധാരണ ചെയ്യുന്നവർ ചെയ്യരുത്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സർക്കാർ വിമർശനം അതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെ എത്തിയപ്പോ പത്മകുമാർ IPS അദ്ദേഹമായിരുന്നു അവിടുത്തെ. അപ്പൊ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അങ്ങനെ അവിടെ എത്തി. അവിടെ ഗംഭീരമായ ഈ SI-മാരും ഒക്കെ ആവേണ്ട ആളുകളാണ് നിറഞ്ഞിരിക്കുന്നത് അവിടെ. പക്ഷെ നല്ല രീതിയിൽ എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റി, അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. പത്മകുമാർ സാറ് അവിടെ നമ്മളെ പറ്റി പ്രശംസിച്ച് പറയുകയുണ്ടായി. വലിയൊരു വിജയം ഉണ്ടായിരുന്നു. അപ്പം ഈ പോലീസുകാരെ നമുക്ക് അന്ന് ട്രോളി സംസാരിക്കാനായിട്ട് പറ്റുമോ? അത് പിന്നെ അതല്ലേ ഞാൻ ട്രോളി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും വ്യക്തികളല്ല, നിങ്ങളൊക്കെ ഓരോ സ്റ്റേഷനുകളാണ്. നാളെ നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരിഗണിക്കണം. പണ്ട് നിങ്ങളെ ചിരിപ്പിച്ച ആളാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര രസമായിട്ടോ, ഭയങ്കര രസകരമായിട്ടാണ് പ്രസന്റ് ചെയ്തത്. ഇന്നും അതുപോലെ ഈ പോലീസ് സേനയില് അവര് വിളിക്കാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കോണ്ടാക്ടുകളുണ്ട്? SPCയുടെ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ പോലീസിനല്ല, നമ്മളിപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷോ ആയതുകൊണ്ട്, ഞാൻ ഈ വന്ന സമയത്ത് എന്റെ ഏജിലുള്ള ഒരാൾ ഇതുപോലെ ഷോ ആയിട്ടുണ്ടായിരുന്നില്ല, ജയരാജ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലേക്കും നമ്മള് സമൂഹത്തിന്റെ നാനാ തുറകൾ എന്ന് പറയില്ലേ, ഇപ്പൊ ഡോക്ടർമാരുടെയോ എഞ്ചിനീയർമാരുടെയോ അല്ലെങ്കിൽ ക്ലബുകളോ അമ്പലപ്പറമ്പോ അങ്ങനെ ബാലവാടിയോ ഇങ്ങനെ വെറുതെ ഒരു ആൽത്തറയിൽ ഒരു മൈക്ക് എടുത്ത് വെച്ചിട്ട് അവിടെ കുറച്ച് പേര് വട്ടിട്ടിരുന്നത്, കടലുണ്ടി കടപ്പുറത്ത് യേശുദാസ് പങ്കെടുത്തൊരു വേദി, അവിടെ ദാസേട്ടൻ അവിടെ ജാതി ഭേദം മതദ്വേഷം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ഇങ്ങനെ അവിടുന്ന് പോകുന്നു. പിന്നെ ആ മൈക്കിലാണ് പ്രോഗ്രാം. നമ്മളുടെ ഉള്ളിലൊരു ആനന്ദമാണ് ഇതൊക്കെ, നമ്മൾ അനുഭവിക്കുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ചെറുതും വലുതുമായിട്ട് കുറെ സ്റ്റേജുകൾ. സഭാകമ്പത്തിന്റെ കാര്യം പറഞ്ഞു, ഇനിയിപ്പോ അതിലേക്ക് തന്നെ ഞാൻ വീണ്ടും വരികയാണ്. ഇപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, നമ്മൾ പെർഫോം ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഏതെങ്കിലും നമ്മൾക്ക് ഭയങ്കര ആരാധനയുള്ള സെലിബ്രിറ്റി, ഇപ്പൊ ദാസേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ വേറെ ഇതുപോലെ അങ്ങനെ സ്റ്റേജ് പങ്കിടാനായിട്ട് പറ്റുന്നുണ്ടോ? ഒരുമിച്ചല്ല ഞാൻ പറയണത്, ചിലപ്പോൾ ഇപ്പോൾ നായനാർ പ്രസംഗിച്ച അല്ലെങ്കിൽ ദാസേട്ടൻ പാടിയിട്ടുള്ള മൈക്കിൽ തന്നെ ഒരു പെർഫോമൻസ് ഉണ്ടാവുക, അപ്പോഴുള്ള ഒരു ഫീലിംഗ് കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു മീൻസ് ഓൾറെഡി ക്രൗഡിനെ ഇവരൊരു വേറൊരു ലെവലിലായിരിക്കും കൊണ്ടെത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അവരെ കയ്യിലെടുക്കാൻ എളുപ്പമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു അവരുടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുമാതിരി ആളുകളൊക്കെ ആയിട്ട് കേരളത്തിലെ പലതരത്തിലുള്ള വ്യക്തികളായിട്ട് ഒന്നുകിൽ നമ്മുടെ പരിപാടിയുടെ തലേ ദിവസം അല്ലെങ്കിൽ പരിപാടിക്ക് മുമ്പ് പരിപാടിക്ക് ശേഷമായിട്ട് വരും. ഇതെന്താ വെച്ചാല് എന്റെ പരിപാടി എന്ന് പറഞ്ഞ ഒരു ഫില്ലറാണ്. അതെ, അത് ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയാൻ പറ്റില്ല. അത് മറ്റു പ്രോഗ്രാമിന്റെ ഇടയിലിടുക അല്ലെങ്കിൽ അതിന് മുമ്പിടുക, ശേഷം കുറവാണ്. അപ്പൊ അങ്ങനെ വരാറുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ വൈവിധ്യം ഉണ്ടല്ലോ, പലതരത്തിലുള്ള ആശാശരത്തിന്റെ ഒരു നൃത്തം കഴിച്ചിട്ട് നമ്മുടെ പരിപാടി. അപ്പൊ അത് കുഴപ്പമില്ല, കാരണം അത് വ്യത്യസ്തമാണ്, വേറെയാണ്. ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള പരിപാടി വരുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു പ്രശ്നമുള്ളൂ.
എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആദ്യം ഈ ഒരു ടൈമില് കാരിക്കേച്ചർ, അന്ന് സ്റ്റാൻഡ് അപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല കേട്ടോ, അല്ലെങ്കിൽ വൺ മാൻ ഷോ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുള്ളത് ജയരാജ് വാര്യരുടെയാണ്. ഇപ്പൊ തൃശ്ശൂർക്കാരൻ എന്ന് പറയുന്ന ഒരുപാട് സ്റ്റേജുകൾ ഉണ്ട് കേട്ടോ. അപ്പം ആ ജയരാജേട്ടനായിട്ട് മീറ്റ് ചെയ്ത് ആളുടെ മുന്നിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? പിന്നെ ജയരാജേട്ടൻ നമ്മളിതൊക്കെ തുടക്കത്തിൽ ജയരാജേട്ടന്റെ പരിപാടി കണ്ടിട്ടാണല്ലോ നമുക്ക് വലിയൊരു ഇതുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ നിന്ന് ഇങ്ങനെ സ്റ്റേജിൽ നിറഞ്ഞ ആളുകൾ അത് കണ്ട് ഒരു സമൂഹം ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ആസ്വദിക്കുന്നു. അപ്പൊ അതിനുശേഷം ഇദ്ദേഹത്തെ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പരിപാടി നടക്കുന്ന പല സ്ഥലങ്ങളിലും ഇങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അടുത്ത് വരെ ചെന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഭയന്ന് പോകും, കാരണം അല്ല അന്നത്തെ ഒരു പ്രായത്തിന്റെ ഇതില്ലേ അതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹമായിട്ട് വലിയൊരു സൗഹൃദം, വളരെ ഡീപ്പായിട്ടുള്ള ഒരു അടുപ്പം വന്നു. ഈ കോവിഡ് കാലത്ത് മറ്റേ ക്ലബ് ഹൗസ് ഉണ്ടായിരുന്നു. ക്ലബ് ഹൗസിൽ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു 2 മണിക്കൂർ കണ്ടിന്യൂസ് ഞാനും അദ്ദേഹം തമ്മിലുള്ള ഒരു സംഭാഷണം. ഈ മേഖലയിലെ ഒരറ്റത്ത് നിൽക്കുന്ന ആളും മറ്റേ അറ്റത്ത് നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ളൊരു അന്നും ഭയങ്കര വിജയമായിരുന്നു. അത് അങ്ങനെ തന്നെ മാതൃഭൂമിയായിന്ന് കുറച്ച് കണ്ടന്റ് എടുത്ത ഒരു ന്യൂസ് ആക്കി മലയാളത്തിലും ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന്, അങ്ങനെ ഭയങ്കര നല്ല ബന്ധമാണ് അദ്ദേഹമായിട്ട്. അല്ല, ജയരാജന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഓർത്തെടുത്ത് പറയുകയാണെങ്കിൽ ആളുടെ ഷോ കണ്ടിട്ടുള്ളതിൽ ആളെല്ലാം ഉണ്ടല്ലോ, മിമിക്രി, മോണോ ആക്ട്, അതായത് രൂപം മാറിക്കൊണ്ടുള്ള പരിപാടികളും കാര്യങ്ങളും അങ്ങനെയാണോ? ഇപ്പൊ സജീഷ് ചെയ്യുന്ന പാട്ടുണ്ട്, നാടൻ പാട്ടുകൾ പാടി, ആദ്യം നാടൻ പാട്ട് പാടിയിട്ട് സ്റ്റേജിനൊന്ന് കയ്യിലെടുക്കുമല്ലോ, അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ കക്ഷിയൊക്കെ. പിന്നെ ആളുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഭരത് ഗോപിയൊക്കെയാണ് കേട്ടോ, ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള സംഭവം. അപ്പം അത് ജയരാജേട്ടനെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പം എങ്ങനെയാണ് സജീഷിന്റെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയുടെ എങ്ങനെയാണ് ഒരു ഘടന എങ്ങനെയായിരിക്കും? അതാണ് ഞാൻ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഞാൻ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നിപ്പോ ജയരാജ് പോലുള്ള ഒരാൾ ഏകദേശം അന്നൊക്കെ ഒരു മോഹൻലാലിന്റെ പോലെ അങ്ങനെ ഒരാളെന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളാണെങ്കിൽ അത് ഇന്നത്തെക്കാൾ മെലിഞ്ഞൊരു രൂപമാണെന്ന് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ആളുകള് താരതമ്യമല്ല, ഒരു സാധനം കണ്ടു കഴിഞ്ഞവര് ഒറ്റയ്ക്ക് പരിപാടി ചെയ്യുന്ന ആള് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, വേറെ സ്ട്രക്ചർ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അവിടെ ഇപ്പൊ ഈ മെലിച്ചിൽ മാറ്റാൻ ഞാൻ അന്ന് ചെയ്ത സൂത്രം ജുബ്ബ ഇടലാണ്. ഒരു വലിയ ജുബ്ബ, അതിങ്ങനെ സ്റ്റിഫൊക്കെ മുക്കി അതിനകത്ത് ചെറിയൊരു ഷർട്ട് ഇടും. അപ്പൊ സ്റ്റേജിൽ മൈക്കിന്റെ അവിടെ വന്നിട്ട് അങ്ങനെയൊക്കെ അന്നത്തെ ചില എന്താ പറയാ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്താനുള്ള ചില പരിപാടികൾ. അപ്പൊ ജയരാജന്റെ എന്താ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം പാട്ട് പാടും, പിന്നെ അത് മനോഹരമായിട്ട് പാടും. നാടൻ പാട്ടുണ്ട്, പിന്നെ മാത്രമല്ല ഈ ഫിഗറുകൾ അദ്ദേഹം ചെയ്യും. ഇപ്പൊ എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൽ അതൊന്നുമില്ല, ഇതിൽ ഈ വർത്തമാനം മാത്രമാണുള്ളൂ. യഥാർത്ഥ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ പാട്ടൊന്നുമില്ല, ഒരു സംസാരമാണ്. അപ്പൊ അവിടെ നിന്ന് പല കാര്യങ്ങളും കിട്ടും, നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സരസമായിട്ട് ഇതൊക്കെ അവിടെ സംഭവിക്കുന്നതാണ്. അത് വളരെ സ്വാഭാവികമായിട്ടേ അതിനൊരു സ്കെൽട്ടൻ ഉണ്ടാവും, പക്ഷെ ബാക്കിയൊക്കെ അവിടെ ഇങ്ങനെ സ്വാഭാവികമായി സംഭവിച്ച പൊത്തുതളർത്ത് അങ്ങനെ. അല്ല, ഇത് അതന്നെയാണല്ലോ ചാക്യാർ കൂത്തിനെ ഇംഗ്ലീഷ് വൽക്കരിച്ചതാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത്. സദസ്സിനെ കയ്യിലെടുത്ത് സദസ്സിനെ കളിയാക്കി കാര്യങ്ങൾ പറഞ്ഞു പോകാന്നുള്ള ഒരു സംഭവമാണല്ലോ. പിന്നെ ഇപ്പം പുറത്തൊക്കെ പോയിട്ട് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ടല്ലോ, ഏകദേശം എത്ര രാജ്യങ്ങൾ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്? അല്ല, അത്ര അധികം രാജ്യങ്ങളല്ല. ഞാൻ കുവൈറ്റിലേക്ക് ഒരു 2 തവണ പോയിട്ടുണ്ട്, പിന്നെ മസ്കറ്റിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഒരുമാതിരി പ്രധാന സിറ്റികൾ, ഇപ്പോ ബോംബെ എടുക്കാം, കൽക്കട്ട എടുക്കാം, ഹൈദരാബാദ്, ചെന്നൈ ഒക്കെ പലവട്ടം. ഹൈദരാബാദാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോ നോർത്ത് ഈസ്റ്റില് നാഗാലാൻഡ് വരെ പോയിട്ടുണ്ട്. ഗോവയില് ആളുകൾ ടൂറാ പോയിട്ടുള്ള, ഞാൻ പ്രോഗ്രാം ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിലുപരിയായിട്ട് കേരളം എന്ന് പറഞ്ഞ ഈ ഒരു ഭൂമികയല്ലേ, ഇതിന്റെ എല്ലാ ജില്ലകളും എല്ലാ താലൂക്കും അല്ലെങ്കിൽ ഒരുമാതിരി ഇതിന്റെയൊക്കെ എല്ലാ ചെറിയ ചെറിയ ഏരിയകളിലേക്ക് വരെ നമുക്ക് ഈ പ്രോഗ്രാമായിട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു യാത്രാനുഭവം ഉണ്ടല്ലോ, ഇത് എനിക്ക് തോന്നുന്നു വലിയ കരുത്താണ്. കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ. പക്ഷെ എനിക്ക് തോന്നേ ഇനി വരുന്ന പിള്ളേഴ്സിന് ചിലപ്പോ അങ്ങനെ മുഴുവൻ കേരളത്തിന്റെ സ്പോട്ടിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ മാറിയല്ലോ, ട്രെൻഡ് മാറി, ഫോർമാറ്റ് മാറി. പിന്നെ മാത്രമല്ല അന്നൊക്കെ നമ്മൾ ചിലപ്പോ പലതും ആഗ്രഹിക്കാതെയൊക്കെ അങ്ങ് പോകും. ഇന്നിപ്പോ അതുപോലെ അങ്ങനെ എല്ലാ ട്രെൻഡ് പോലും ഒരാൾ പോണെങ്കിൽ അയാൾ അതിന് കൃത്യമായി, പക്ഷെ അതൊന്നും ചിലപ്പോ വർക്കാവില്ല. അങ്ങനെ വേദികൾ, അത്തരം വേദികളില്ല. ഇപ്പൊ ഈ പുറത്തും GCCയിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്തൊക്കെ പോയെന്ന് പറഞ്ഞ പോലെ എവിടെയുള്ള മലയാളികളെ കയ്യിലെടുക്കാനാണ് വിഷമം? കേരളത്തിലുള്ള മലയാളികളെയാണോ പുറത്തുള്ള മലയാളികളെയാണോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളേ, ഇതെല്ലാം എനിക്ക് തുല്യരായിട്ട് തോന്നിയിട്ടുള്ളത്. പുറത്താണെങ്കിലും ഇവിടെയാണെങ്കിലും. പുറത്താണെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ട്. ഇവര് മലയാളികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അന്ന് അത് എന്താ
ഓൺലൈനൊക്കെ വരുന്നതിന് മുമ്പ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് നാട്ടിൽ നിന്ന് ഒരാൾ വരിക എന്നുള്ള വലിയ സംഭവമാണ്. അത് നാടുമായിട്ട് ഒരു അകൽച്ചയിലാണ് എന്തൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് സെയിം ആണ്. ഇവിടുത്തെ അതേ സ്പന്ദനം തന്നെയാണ് അവിടെ. ഇവിടുത്തെ വാർത്തകളാണെങ്കിലും ഒക്കെ അവിടേക്ക് എത്തുള്ളൂ എല്ലാ അർത്ഥത്തിലും. പിന്നെ അതാത് സ്ഥലത്തെ പ്രാദേശികമായ കാര്യങ്ങളാണ് ഇതില് ഒരു കൂടുതൽ സക്സസ് ആയിട്ട് വരിക. ഈ ഒരു കലാകാരൻ, അത് ഏത് കലാകാരനായിക്കോട്ടെ, അവര് ഇത്തിരി പ്രാന്തമുള്ളവരായിരിക്കുമല്ലോ. അപ്പോ അതെ, വട്ടൻ എന്നാണ് ഞാൻ പറയണില്ലെന്നേ ഉള്ളൂ. ഫാമിലി അതെങ്ങനെ സഹിക്കും ആ ഒരു കാര്യങ്ങള്, വീട്ടില് ഉള്ള ഒരു വിശേഷം? ഇപ്പൊ എനിക്ക് തോന്നണേ ഒരുമാതിരി കലാകാരന്മാർ, ഞാൻ പലയിടത്തും ആ വാക്കിനെ പറഞ്ഞിട്ട് ഞാൻ തന്നെ തിരുത്താറുണ്ട്. അടിസ്ഥാനപരമായിട്ട് എല്ലാവരും കലാകാരന്മാരാണ്. ഇപ്പൊ എന്നെ ഒരു കലാകാരൻ ഇപ്പൊ ബ്രോ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് കുറെ സ്റ്റേജിലൊക്കെ ഇത് ചെയ്തു, കുറെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കി. അതൊരു കലാകാരൻ. ഇത് എന്നെ പോലെ തന്നെ കഴിവുള്ള ആളുകള് ഉണ്ടല്ലോ നമുക്കിടയിൽ. ചിലപ്പോ ഇതുപോലൊരു സാധനം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റി രണ്ടുപേരുടെ ഉള്ളിൽ സെയിം ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു 99% പേരും ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ ഇതുവരെ ഒരു പാന പോലും ചലിപ്പിക്കാത്ത ആള് 31ാമത്തെ വയസ്സിലായിരിക്കും ഒരു സാധനം, ഒരു വലിയ സ്ക്രിപ്റ്റ് എഴുതി പോകും. അപ്പൊ ഇയാള് അത് അന്നുണ്ട്. അപ്പൊ ഇതൊരു അപ്പൊ ചോദിച്ച ചോദ്യം ഇതാണ്, കലാകാരന്റെ വട്ട് എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും പറയാലോ, ഇപ്പൊ ഒരു അല്പം സ്നേഹമാണെങ്കിൽ അല്പം കൂടും, ദേഷ്യമാണെങ്കിലും കൂടും, എല്ലാ കാര്യങ്ങളും. അപ്പൊ അത് ഞാനാണെങ്കിൽ അല്പം മുൻകോപമുള്ള ആളാണ്. അപ്പൊ അത് വീട്ടിലൊരു സപ്പോർട്ടൊക്കെയാണ് കാര്യങ്ങൾ. അതൊരു മെയിൻ സ്ട്രെങ്ത് ആണല്ലോ. അതെ, പക്ഷെ നമ്മുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് ഏറ്റവും കൂടുതൽ വീട്ടുകാർ തന്നെയായിരിക്കും. അല്ലാണ്ട് വേറെ പുറത്ത് നമ്മൾ അങ്ങനെ പെരുമാറില്ലല്ലോ എന്തായാലും. ഈ എന്താണ് പറയാ, ഇപ്പം മാതൃഭൂമിയിലും ദീപികയിലൊക്കെ കോളങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ആ കോളം എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാൻ, അതപ്പം അതറിയാനൊരു ആഗ്രഹമുണ്ട് എനിക്ക്. എന്തായിരുന്നു അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ദീപികയിൽ ഞാൻ ചെയ്തോണ്ടിരുന്നത് ഹലോ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു അതിന്റെ പേരിലാണ് ഒരു ബോക്സ് നമ്മൾ എഴുതും. അത് വീക്കിലി ഒരു ദിവസം തരും. മാതൃഭൂമിയിൽ കോമഡി കോർണർ എന്ന് പറഞ്ഞു. മാതൃഭൂമിയിൽ 8 മാസം എഴുതിയിരുന്നു. അതൊന്നുമില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നടക്കുന്ന ഒരു സംഭവത്തെ നമ്മളങ്ങ് എഴുതി വളരെ സരസമായിട്ടുള്ള നമ്മുടെ ഈ പറച്ചില് തന്നെ അതിന്റെ ഒരു എഴുത്ത് രൂപം. അപ്പൊ അത് ആള് വായിക്കുന്നു, അതിന് നമുക്ക് അഭിപ്രായങ്ങൾ കിട്ടുന്നു. അതാണ് കോളമിസ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഞാനിപ്പോ സജീഷ് പറഞ്ഞ സമയത്ത് എനിക്കിപ്പം ഓർമ്മ വന്നുണ്ട്. ഞാൻ ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് മാതൃഭൂമിയിലത്തെ ഒരു കാര്യം. ഏതാണ് എന്നുള്ളത് നമ്മളിപ്പോ എല്ലാ സാധനങ്ങളും നമ്മൾ പരമാവധി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഇതിൽ ചോദിച്ചേനെ. ഇനി എന്താണ് പറയാ, ഇപ്പം ഒരു അവതാരകനായിട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് കോമഡി. ഡെഫിനറ്റ്ലി സ്റ്റാൻഡപ്പ് കോമഡിക്ക് ആയിരിക്കും നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുക. ചുറ്റി വരുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്ന് എങ്ങനെയെങ്കിലും നമ്മളുടെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ. അപ്പോ ഇതിലിപ്പോ വരുന്ന ആൾക്കാർ, ഇപ്പം സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരൊക്കെ ചെയ്യുന്നത്, ചില ആൾക്കാർ ഭയങ്കര അരോചകമായിട്ട് മലയാളികളുടെ നോക്കുമ്പോൾ, ഞാൻ പറ്റിപ്പോ മലയാളികളുടെ ഒരു ആസ്വാദന ശേഷി എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിപ്പം വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ പഴയ സിനിമേനെ നമ്മൾ പണ്ടത്തെ സിനിമ നല്ലതായിരുന്നു, പണ്ടത്തെ മോഹൻലാലായിരുന്നു നല്ലത്, അല്ലെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയും. മലയാളിയുടെ എല്ലാ കാര്യത്തിലും അതായത് പഴയതല്ല നല്ലത്, അതെ, പുതിയതല്ല മോശം. പഴയ ദൂരദർശന്റെ ഇന്റർവ്യൂ സൂപ്പർ, ഓൺലൈൻ ഇന്റർവ്യൂ അതിൽ കാര്യമില്ല. അതെ, അത് കാലഘട്ടത്തിന്റെ ഒരു മാറ്റമല്ലേ. അപ്പം ഞാൻ ചോദിച്ചു വന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഈ സ്റ്റാൻഡപ്പ് കോമഡിയിൽ നമ്മളതെങ്ങനെ, അതിൻ്റെ മാറ്റങ്ങൾ അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരാനായിട്ട് ഇനിയിപ്പോൾ മുമ്പിലോട്ട് പോകുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എന്താ പറയുക 2005 ഒക്കെ മീൻസ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ സംഭവം ആദ്യം ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ സജീഷല്ലേ കേരളത്തില് പേരില്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എങ്ങനെയാണ് സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒരു കാര്യം കാണുന്നത്? എങ്ങനെയാണ് ഇനി സ്റ്റാൻഡപ്പ് കോമഡി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്, ആ ഒരു കലാരൂപം? അതാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന കലാരൂപം അത് പൊക്കോളും, ഞാൻ വേണമെന്നില്ല, അത് പൊക്കോളും. പിന്നെ ഞാൻ ഇത് ചെയ്യാനുള്ള എന്റെ ആവശ്യമാണ്, അല്ലേ, നമ്മളിങ്ങനെ എന്റെ ആവശ്യമാണ്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കണ്ടന്റ് ഈസ് ദ കിങ്. അത് എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. ഇപ്പൊ എന്തൊരു കാര്യത്തിനായാലും അറിയാലോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇതിങ്ങനെ പുതിയ പുതിയ രീതിയിൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു,
പിന്നെ ആ തലമുറയുടെ ചിന്തയായിട്ട് ഒരു ജീവിതം മുഴുവൻ അങ്ങനെ പോയാൽ ഇതൊന്നും നടക്കില്ല. നമ്മളെ എന്റെ മകന് 10 വയസ്സാണ്. അപ്പൊ അവന്റെ ചിന്തകള് അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ ചെറിയ കുട്ടികളായിട്ട് പരിചയമുണ്ട്. അപ്പൊ അവരുടെ ചിന്തകള് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് ഏറ്റവും പുതിയ കാര്യങ്ങളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക. പിന്നെ പുതിയ തലമുറയ്ക്കൊന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ് അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ നമ്മുടെ എപ്പോഴും വേണം. കാരണം ഒരു കോളേജ്, ഞാൻ ധാരാളം കോളേജിൽ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്, ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ആർട്സ് ഡേ അതൊക്കെ ആയിട്ട്. അപ്പൊ കോളേജിലൊക്കെ പോകുമ്പോൾ അവരുടെ ആ ഒരു ലെവലിൽ നിന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അത് ബോറാവും, അത് വർക്ക് നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മളൊരു പ്രായമുള്ള വൈബിലേക്ക് മാറുന്നു ഇപ്പൊ പിള്ളേരുടെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലയാളി വീഡിയോക്ക് വേണ്ടിയിട്ട് വാലന്റൈൻസ് ഡേ ബന്ധപ്പെട്ട് കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിൽ അവിടെ പോയിട്ട് അവിടുത്തെ കുട്ടികളായിട്ട് മൈക്കെടുത്ത് ഇങ്ങനെ അപ്പൊ നമുക്ക് എന്താ പറയാ അവരിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കി എന്നുള്ളതാണ് അതിന്റെ ഒരു തെളിവ്. അല്ല, നമുക്കൊരു പരകായ പ്രവേശം എന്തായാലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു അവതരിപ്പിക്കുന്ന ഒരാൾ എന്ന് പറയുന്ന രീതിയിൽ. അപ്പം ട്രെൻഡിനൊപ്പം എപ്പോഴും തേച്ച് മിനുക്കി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ അല്ലാതെ മുന്നോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ ഈ സൂര്യകൃഷ്ണമൂർത്തിയുടെ സൂര്യ ഫെസ്റ്റിവൽ അതിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ സൂര്യകൃഷ്ണമൂർത്തി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. വിളിച്ച് ദാസേട്ടൻ്റെ അടുത്ത് 10-ാം തീയതിയാണ് പ്രോഗ്രാം എന്ന് മാത്രം പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാസേട്ടൻ 10-ാം തീയതി അവിടെ ഉണ്ടാവും. അതില് പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആളല്ലേ. എങ്ങനെയാണ് സൂര്യ ഫെസ്റ്റിവലിനെ അത് കാണുന്നത്? ഭയങ്കര വലിയ സംഭവം. വലിയ സംഭവം. ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദി എന്ന് പറയുകയാണെങ്കിൽ അത് അതായിരിക്കും. ഏറ്റവും വലിയ വേദി എന്ന് വെച്ചാൽ അവിടുത്തെ ജനപങ്കാളിത്തല്ല, അത് വലിയ വേദികളുണ്ട്. പക്ഷെ അതിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ അത് മാത്രമല്ല അവിടെ നിന്നുള്ള ക്ഷണം കിട്ടി എന്നുള്ളത് നമ്മളുടെ ഒരു കലാകാരനുള്ള അതാണ്. നമ്മള് പറഞ്ഞു വന്ന സംഭവം അതാണ്. അപ്പൊ നമ്മള് അങ്ങോട്ട് എനിക്കൊരു അവസരം തരുമെന്ന് ചോദിച്ചിട്ടല്ലല്ലോ, ഇങ്ങോട്ട് വിളിച്ച് നമ്മളോട് വന്ന് ഒരു പ്രോഗ്രാം ചെയ്യണം എന്ന് പറയുമ്പോ അത് തന്നെ ഒരു വലിയൊരു അംഗീകാരമല്ലേ നമ്മളെ സംബന്ധിച്ചോളം. അവിടുത്തെ കോർഡിനേറ്റർ പ്രദീപ് എന്ന് പറഞ്ഞ ആളെ വിളിക്കണത്. തൃശ്ശൂരിലെ ഒരു ബിജീഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ആളാണ് നമ്പർ കൊടുത്തത്. അദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞൊരു സ്റ്റാൻഡപ്പ് കോമഡി, ഇതുവരെ നമ്മള് സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും അവിടെ നടത്തിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഒരാളെ വിളിക്കുന്നത്, കലാകാരനെ. അങ്ങനെ വിളിച്ച് അവിടെ പോയി അവിടുത്തെ നിറഞ്ഞ സദസ്സിലൊരു പരിപാടി നടത്തി. സൂര്യകൃഷ്ണമൂർത്തി ആ പരിപാടി അതാണ് അനൗൺസ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വളരെ ലളിതമായ വിഷയങ്ങൾ വളരെ സരസമായി അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ്. എന്നോട് കൈ തന്നിട്ട് വളരെ നന്നായി. അങ്ങനെ ഈ ബിജേഷ് മറ്റേ ഫ്രണ്ടാണ്. അതെ, സ്റ്റീഫൻ ബിജേഷ്. ഇനിയിപ്പോ വീണ്ടും നമ്മളുടെ ഒരു സെലിബ്രിറ്റി കൂട്ടുകാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ എല്ലാ ധർമ്മജന പോലെ തന്നെ പിഷാരടി ഒക്കെ ഉണ്ടാവും. ഫണ്ട്സ് അപ്പോൺ എ ടൈമിൽ ഒക്കെ പോയി പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വിളിച്ച് ഗസ്റ്റ് ആയിട്ട് അതിലൊരു ആദരവ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ആ ഒരു സംഭവം ഒന്ന് പറയാം. ആദരവല്ല ഞാൻ പക്ഷേ ആ ഒരു നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ പണ്ട് തൊട്ടേ ഉള്ള ആൾക്കാർ. ഇപ്പൊ പിഷാരടി 2 സിനിമ ചെയ്തു, ഒരു എല്ലാവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ധർമ്മജൻ്റെതായിട്ടുള്ള രീതിയിൽ വേറെ അഭിനയം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ആദ്യത്തെ അവരുടെ ടൈമിൽ ഉണ്ടായിരുന്നുള്ളൊരു കൂട്ടുകാരൻ, അല്ലെ അവർ മറ്റേ ഏഷ്യാനെറ്റ് പ്ലസിൽ പരിപാടി തുടങ്ങിയപ്പോ തൊട്ടുള്ളൊരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് അതിന് മുമ്പുണ്ട്. തൃശ്ശൂർ കാസിനോ ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ പിഷാരടിയോട് പറയണ്ടേ, പുള്ളിക്ക് ഓർമ്മ വന്നത്. വെളുത്തും മെലിഞ്ഞ് ഒരു നീളം ചുബയൊക്കെ ഇട്ട് നല്ല ശബ്ദമുള്ള ഒരാള് ഞാൻ കൈ കൊടുത്തിട്ട് ആൾ സ്റ്റേജിൽ നിൽക്കുക. അപ്പൊ സജീഷ് രമേഷ് എന്നൊരു കൈ കൊടുത്തിട്ടുള്ള ഒരു ബന്ധമുണ്ടോ, അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പോ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് നമ്മളോട് കാണിക്കുന്ന ഒരു പ്രത്യേകമായ സ്നേഹമുണ്ട്. അത് എന്നെ പലപ്പോഴും ഞാൻ നേരത്തെ അത് പറഞ്ഞു, വീണ്ടും പറയാണ്. പ്രത്യേകിച്ച് പിഷാരടി എന്ന് പറഞ്ഞാൽ അത് ഇതുപോലൊരു നല്ല മനുഷ്യൻ വേറെ കലാരംഗത്ത് അത്യപൂർവമാണ്. മറ്റ് കലാകാരന്മാരെ പരിഗണിക്കുക, അവരോടുള്ള സ്നേഹം, അവർ ചെയ്ത കൊച്ചു കാര്യങ്ങൾ പോലും അതിനൊരു വേദി വരുമ്പോ അവിടെ നമ്മൾ ചെറിയ കാര്യം അതിനെ ഏറ്റവും ഉയർത്തി പുള്ളി സംസാരിക്കുക. ഇപ്പോഴൊരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഏതാനും നിമിഷങ്ങൾക്കകം അതിന് അല്ല അത് തന്നെ വലിയ കാര്യമല്ലേ. നമ്മളിങ്ങനെ ഓരോരുത്തരെയും നമ്മൾ അറിയുന്ന ആൾക്കാർ ഓരോരുത്തർ പറയാ അത്രയും ഓർമ്മശക്തി വേണമല്ലേ ഇങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഇപ്പം നാളെ ചിലപ്പോൾ ഒരു വേദിയിൽ ചെറിയ കാര്യം എന്തെങ്കിലും ആയിരിക്കും സജീഷ് നടന്നിട്ടുള്ള വഴി കൂടെ പോയിട്ടുള്ള അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോഴോ കാറിൽ പോകുമ്പോഴോ കണ്ടിട്ടുള്ള ചെറിയൊരു സാധനത്തിന് തമാശ രൂപേണ ആൾക്കാരോട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഓർമ്മശക്തി വേണം. അതെ, ഈ വിഷയങ്ങളൊക്കെ ഇതിനെങ്ങനെ ഇത് കണക്ട് ചെയ്യപ്പെടണം. ഒരു കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു സാധനം വരുന്നു, അതിങ്ങനെ ഒന്ന് അതങ്ങ് വേറെ സാധനത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതൊരു വിറ്റായിട്ട് മാറും. അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകിച്ച് റൈറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ഇല്ലാതെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മളുടെ
അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇപ്പൊ അതാണ് എന്റെ ഷോസ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, അതോടൊപ്പം മലയാളി മീഡിയയിലെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകും. ബാക്കി ഇപ്പോ ഭാവിയിൽ എന്ത് വേണമെങ്കിലും വരാം. റൈറ്റിംഗ് ഡെഫിനറ്റ്ലി ഞാൻ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പം ഈ ഒരു സദസ്സിനൊക്കെ പിടിച്ചിരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ളൊരു നരേഷൻ സ്കില്ല് എന്തായാലും വേണം. നരേഷൻ സ്കില്ലുള്ള ഒരാൾക്ക് ഒരു കഥ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത്രയും ജീവിതാനുഭവങ്ങളുള്ള അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ കണ്ടെടുത്തറിഞ്ഞിട്ടുള്ള ഒരാൾക്ക് അത് എഴുതാൻ പറ്റുന്നതല്ലേ. അപ്പൊ ഒരു അങ്ങനെ ആ ഒരു എഴുത്തിലേക്കൊന്ന് നോക്കുന്നുണ്ടോ അടുത്തെങ്ങാനും? അല്ല, അത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു മൂഡിലേക്ക് അതിന് പറ്റുന്ന ഒരു ഗ്രൂപ്പൊക്കെ വന്ന് അങ്ങനെ അതിങ്ങനെ ഇപ്പൊ ഇതൊക്കെ തന്നെ മലയാളി മീഡിയയായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായത്. അപ്പൊ ഞാനെന്താ വെച്ചാൽ അങ്ങോട്ട് പോയിട്ട് അപ്പൊ അവിടെയാണ് ഈ മടി വരുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിനിമ എഴുതണം, അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് എഴുതണം, ഷോർട്ട് ഫിലിം എഴുതണം എന്നിട്ട് വന്ന് ഇപ്പൊ ഒരു റാപ്പ് സോങ് ഞാൻ പാട്ടൊന്നും പാടാറില്ല. എന്റെ ഒരു സുഹൃത്ത് അജയ് വർമ്മ പറഞ്ഞിട്ടൊരു ഒരു തേപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ റാപ്പ് സോങ് ഉണ്ട്. അത് ഞാനിതുവരെ പാടിയിട്ടില്ല, ഞാനിനി പാടില്ല. അതാണ് ഞാൻ പറയുന്നത്, ഞാനിനി പാടില്ല. അജയ് വർമ്മ എന്നെ കൊണ്ട് പാടിപ്പിച്ച് ഇത് ഫുൾ റെക്കോർഡ് ചെയ്ത് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇതിന്റെ ഈ വീഡിയോ ഇങ്ങനെ ഇരിക്കണം. ഇതുവരെ അനങ്ങിയിട്ടില്ല. 1 year ആയത്. 1 year ആയിട്ട് ഇരിക്കണം. അത് മൂടാണല്ലോ, ഇത് വീഡിയോ വിഷ്വൽ ചെയ്യണ്ടേ. അതിന്റെ ഒരു പെട്ടെന്നുണ്ട് ഇത് പറഞ്ഞപ്പോഴേ ഒരു 2-3 വരി ചേർന്ന് പാടാം. അത് മ്യൂസിക് ഒന്നുമില്ല. ഞാൻ ഒരു പെണ്ണിനെ പ്രണയിച്ചു, അവൾ എനിക്ക് തന്നൊരു തേപ്പ് 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 പ്രതിഷ്ഠിച്ചു ഞാൻ അവളെ നെഞ്ചകത്ത് കൊത്തിവെച്ചു കൈത്തണ്ടമേൽ അവളുടെ നാമം കാട്ടു ചുറ്റി നാട്ടു ചുറ്റി മാളു ചുറ്റി ഐസ്ക്രീം പാർല ചുറ്റി നെഞ്ചു തല്ലി മുഖമടച്ചു വീണു ഞാൻ അവൾക്ക് നൽകി പ്രേമം അവൾ എനിക്ക് തന്നൊരു തേപ്പ് ഞാൻ അവൾക്ക് നൽകി പ്രേമം അവൾ എനിക്ക് തന്നൊരു തേപ്പ് ഞാൻ ഒരു പെണ്ണിനെ പ്രണയിച്ചു അവൾ എനിക്ക് തന്നൊരു തേപ്പ് തേച്ച് മച്ച് നെഞ്ചു തല്ലി മുഖമടച്ചു വീണു ഞാൻ പ്രണയം കലാപമാണ്. അടിപൊളി. ഇതിന്റെ റെക്കോർഡിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പൊ ഓഡിയോ ഇരിക്കുകയാണ്. ഇത് മടി എന്ന് പറഞ്ഞാണ് ഇത് വിഷ്വലാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു പബ്ലിക്കിൽ ഇത് പറയുന്നത്. അപ്പൊ ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ നമുക്കൊരു വെബ് സീരീസ് എഴുതാനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം എഴുതാനോ ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റും. ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക, അത് വളരെ വാലിഡ് പോയിന്റ് ആട്ടോ. ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക, അത് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ സതീഷ്, ഇനി കൂടുതലൊന്നും ചോദിക്കാനില്ല. ഇനി ഇതുപോലെ ഒരു ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇനിയും വിളിക്കും. അപ്പൊ ഇതുപോലെ പാട്ടുകളും തമാശകളൊക്കെ കൂടുതൽ തമാശകളൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ അതുവരെ നന്ദി. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. ഇത്ര നേരം നമ്മള് ഒരു ഇന്റർവ്യൂ ഒന്നും തോന്നിയില്ല, കഫേലിരുന്ന് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ തൃശ്ശൂർ ടൗണില് കഫേകൾ, ഇന്ത്യൻ കോഫീസ്, അവിടെയൊക്കെ സ്ഥിരമായിട്ട് സുഹൃത്തുക്കളായിട്ട് ചായ കുടിക്കുന്ന ഒരാളാണ്. സുഹൃത്തായിട്ട് ചായ കുടിച്ചു. അതിനിടയിൽ കുറച്ച് വർത്തമാനം, അത് മാത്രം മതി. അപ്പൊ നന്ദി.